ഇന്ന് നമുക്ക് ഒരു അയില വെച്ചിട്ടുള്ള ഒരയിലല്ല കേട്ടോ, അയില വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് അയില കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കട്ടെ. നമുക്ക് ഒന്നിങ്ങനെ എണ്ണയിൽ വറുത്ത് എടുക്കുമ്പോഴേ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചാൽ കരിഞ്ഞ് പോവില്ല. ഒരു 4-5 കുരു പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേമാതിരിക്ക് 1 സ്പൂണ് ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തതാണ്. അതേമാതിരിക്ക് വെളുത്തുള്ളി കൊത്തി അരിഞ്ഞെടുത്തതാണ്. 1 സ്പൂണുള്ളൂ കേട്ടോ. ഒരു 3 സ്പൂണൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നേക്ക് നമുക്ക് ഇളക്കി വെച്ചിട്ടുള്ള മുളക് പൊടി വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടില്ലേ, അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ തന്നെ തുടച്ച് നമുക്കിത് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായി കുറുകി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് പുളി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുന്നുണ്ടോ. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഞാൻ ചെറിയ 2 കഷ്ണാക്കി എടുത്തേക്കും കേട്ടോ. ഓരോ മീൻ ഒന്നങ്ങനെയല്ല, ഒന്നായിട്ടല്ല കറി വെക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി അതിൽ കിടന്നിട്ട് മീൻ വെന്ത് കിട്ടട്ടെ കേട്ടോ. ചെറിയ ചൂടിൽ വേവിച്ചെടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കറിയിൽ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടില്ലേ നല്ല ചുവന്ന ഗ്രേവി കൊടുക്കാനുള്ള കറി, ചുവന്നൊരു കറി കിട്ടില്ലേ, ആ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നിട്ട് നമുക്കാണെങ്കിൽ തക്കാളിക്കും പച്ചമുളകും എല്ലാത്തിനും വില കൂടിയ സമയമാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല കുറുകിയ കറി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആവും. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി മീൻ കിട്ടുമ്പോൾ അയില മാത്രമൊന്നുമല്ല, ഇനി പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കൂട്ടാൻ പറ്റിയ, നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കില്ലേ അതേ ടേസ്റ്റില്ല, നല്ല ടേസ്റ്റോട് കൂടെയുള്ള കറിയാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ.